അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ മിനിമം ഇങ്ങനൊരു സംഭവം നടക്കും എന്ന് ഇവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നലെ ഈ ഒരു സുപ്രഭാതത്തിലല്ല ഇങ്ങനൊരു നിയമം വന്നത്. സോ ഇത്രയും മുമ്പ് വരെ ഇൻഫർമേഷൻ കൊടുത്തിട്ടും അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ഈ കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ ഫോൾട്ട് തന്നെയാണ്. അതിൻ്റെ അത് ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഇപ്പോൾ പറയുന്ന ഇന്ത്യയിൽ 60% ഫ്ലൈറ്റുകൾ ഓടുന്നത് ഇന്ത്യക്കാണ്, ശരിയാണ്, അതൊക്കെ സംഭവമൊക്കെയാണ്. ഇത് പെട്ടെന്നുള്ള ഒരു ഇഷ്യൂ അല്ല. ഇതൊരു 6 മാസം, എനിക്ക് കറക്റ്റ് അറിയില്ല എത്രയാണ്, എന്തായാലും ബേസിക്കലി പറഞ്ഞാൽ മിനിമം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം മുമ്പേ ഇങ്ങനൊരു ഫ്ലൈറ്റിങ്ങിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിനും കോ സ്റ്റാഫിനും ഇപ്പോൾ നേരത്തെ കൊടുത്തിരുന്ന എത്രത്തോളം വിശ്രമമാണോ അത് കൂടുതൽ വിശ്രമം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം. അത് സമയമാകുമ്പോൾ പാലിക്കാത്തത് 100% ഇന്ത്യയുടെ ഫോൾട്ട് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം സംഭവിച്ചത്. എത്രയോ ആയിരം ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, എത്രയോ ഫ്ലൈറ്റുകൾ ക്യാൻസലായിട്ടുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിൽ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത 2 ഫ്ലൈറ്റ് കയറിയാണെങ്കിലും എനിക്ക് പോകാൻ പറ്റും. സോ എനിവേ എന്താണെങ്കിലും ഇനി നമ്മൾ നേരെ ചെല്ലുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ചെന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡൽഹി ഫ്ലൈറ്റ്. സോ അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ ലണ്ടൻ ഫ്ലൈറ്റ്. സോ നമുക്ക് വരും കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചില്ല. വേറെ വരാം, നമ്മൾ പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പം സീറ്റ് പിടിക്കുകയെന്ന് പറയും. ചെറിയ കസേരകൾ അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ സീറ്റ്. അപ്പോൾ അതിനെ സാറിന് എന്താണ് ചെയ്യാറ്? എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അതായത് സീറ്റിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ ബസ്സിൻ്റെ സീറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിൽ ഞാനിത് കണ്ടില്ല. എന്തായാലും ഈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ അതും കണ്ടു. എന്താ നിങ്ങളെ കാണിച്ചു തരട്ടെ. എൻ്റെ ഈ ഇപ്പുറം ഇരിക്കുന്ന 2, 4, 5 സീറ്റും ഇതാ ഇരിക്കുന്ന ലെവലുണ്ട്. ഓരോ സീറ്റും സീറ്റ് പിടിച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ അവിടങ്ങളിലൊക്കെ എല്ലാ സീറ്റിലും അത് വേറെ ആരുമല്ല, നമ്മുടെ അയ്യപ്പന്മാർ തന്നെയാണ്. അയ്യപ്പൻ സ്വാമിമാരാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അവർക്ക് എയർപോർട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്നോ ഒന്നൊരു വ്യത്യാസമൊന്നുമില്ല. അവർ സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവിടങ്ങളിൽ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതാ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ ഈ സീറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. എയർപോർട്ടിൽ ഒരു സമയത്ത് സീറ്റിന് അനുപാതികമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവരവിടെ കയറ്റി വിടുകയുള്ളൂ. അതിനനുസരിച്ചുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഓരോ ഗേറ്റിൻ്റെ അവിടെയും ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഞാൻ ഹൈദരാബാദിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ആന്ധ്രയിൽ നിന്നുള്ളവരോ ഹൈദരാബാദിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, അവർക്കിതറിയില്ല. അതല്ലെങ്കിൽ എന്താണ് പറയുന്നത്, മലയാളികൾക്ക് പലർക്കും അറിയുമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇത്രയും കാലം കുറേ വർഷമായിട്ട് ഫ്ലൈ ചെയ്യുന്നു.